കാവൽ മാലാഖേ, ഇന്നീ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ പോകുന്ന നേരത്ത് കാവലേകനേ കാത്തിടേണമേ. ഈ പാട്ട് എല്ലാരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഞാൻ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചപ്പോ കുഞ്ഞായിരുന്നപ്പോ എന്നെ എന്റെ വേദപാഠ ടീച്ചർ എനിക്ക് പഠിപ്പിച്ചു തന്നൊരു പാട്ടാട്ടോ. നമുക്കൊക്കെ കാവൽമാലാഖമാരുണ്ടല്ലേ? നമ്മുടെ കാവൽമാലാഖമാരൊക്കെ എന്ത് സൂപ്പറാന്നറിയോ? എനിക്കിതൊന്നും അങ്ങനെ പണ്ട് അറിയില്ലായിരുന്നേ. ഈ കാവൽമാലാഖമാരെ പറ്റി ഇങ്ങനെ അറിഞ്ഞപ്പോ തൊട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യാട്ടോ. ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ കണ്ട കാര്യമാണേ. ആ വീഡിയോയില് അയാൾ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കാവൽമാലാഖ നമ്മുടെ കൂടെ എപ്പഴും ഉണ്ടല്ലോ. അപ്പത്തേനും ആ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരാളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലേ നമ്മള് അവരുടെ എന്റെ കാവൽമാലാഖയോട് പറഞ്ഞിട്ട് അവരുടെ കാവൽമാലാഖയോട് പോയിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടി പറയും. അപ്പത്തേനും ആ പ്രശ്നം ഇങ്ങനെ സോൾവ് ആവുന്ന പോലെ. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഞാൻ എന്റെ ലൈഫില് അതിങ്ങനെ പയ്യെ പയ്യെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് ശരിക്കും അങ്ങനെ കാര്യങ്ങൾ കാവൽമാലാഖ നമുക്ക് വേണ്ടി എല്ലാം വഴിയൊക്കെ ശരിയാക്കി തരും കേട്ടോ. ഞാൻ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പത്തേനും എന്റെ വീട്ടിലൊക്കെ എന്തേലും പപ്പയും അമ്മയും വഴക്ക് പറയാൻ വേണ്ടി പോകുമ്പത്തേനും കുരുത്തക്കേട് കാണിച്ചിരിക്കുമ്പത്തേനും ഞാൻ എന്റെ കാവൽമാലാഖയോട് നേരത്തെ പറഞ്ഞു വെക്കും. എന്റെ കാവൽമാലാഖേ, പപ്പയുടെ കാവൽമാലാഖയോട് പോയി ഒന്ന് പറഞ്ഞു പപ്പേനെ സോപ്പിട്ട് വെക്കാൻ വേണ്ടി പറയണേ. അങ്ങനെയൊക്കെ പറയും. പിന്നെ ഞാൻ പള്ളിയിൽ പാട്ട് പാടുമ്പത്തേനും ഇപ്പൊ ഇച്ചിരി സൗണ്ട് എന്തെങ്കിലും കുറവാണെങ്കിൽ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ചേട്ടൻ ഇരിക്കുന്ന അപ്പുറമാണേ. അപ്പത്തെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പത്തേനും ഞാൻ എന്റെ കാവൽമാലാഖയോട് പറയും, എന്റെ കാവൽമാലാഖേ, ആ ചേട്ടന്റെ കാവൽമാലാഖയോടൊന്ന് പോയിട്ട് പറയാവോ? ഇത് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ആ ചേട്ടന്റെ കാവൽമാലാഖയോടൊന്ന് പറയാവോ? അപ്പത്തന്നെ ഈ കാവൽമാലാഖമാര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ ക്ലിയർ ആക്കി തരും കേട്ടോ. അപ്പൊ ഇന്ന് തൊട്ടിട്ട് നമുക്ക് നമ്മുടെ കാവൽമാലാഖമാരോട് ഭയങ്കര കൂട്ടായിരിക്കാവേ. പ്രൈസ് ദി ലോർഡ്.